ഇത് സംഭവിക്കുന്നത് മധ്യപ്രദേശ്. ഇവിടെ ഭരിക്കുന്ന BJP ആണ്. അതിൻ്റെ വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് ഗുജറാത്തുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഏരിയയാണ് ചോബ ഡിസ്ട്രിക്ട്. ഏറ്റവും കൂടുതൽ ആദിവാസികളാണ്. അപ്പം ഇതിൻ്റെ വില്ലേജിൽ അവിടെയുള്ള ഒരാളുടെ പേരാണ് റാംജി തോമർ, ആദിവാസിയാണ്. അപ്പം അയാൾ റോഡിൽ കൂടെ വരുന്ന സമയത്ത് അയാളെ തടഞ്ഞു നിർത്തുന്നു. വില്ലേജ് റോഡാണ്. എന്നിട്ട് അയാളെ ക്രൂരമായിട്ട് ഒരു 4 പേർ ചേർന്ന് മർദ്ദിക്കുന്നു. അപ്പം മർദ്ദിക്കുന്ന 4 പേരിൽ ഒരാൾ മർദ്ദിക്കുന്ന ഒരു ഡോംഡി എന്ന് പറയുന്ന ആളും അയാളുടെ പിതാവും ഉണ്ട്. വേറെ 2 പേരുണ്ട്. അപ്പോൾ ആ മർദ്ദിക്കുന്ന വീഡിയോ അവർ തന്നെ എടുത്തിട്ട് അവർ സോഷ്യൽ മീഡിയയിലിട്ടു. പിന്നീട് അത് വൈറലായി പലയിടത്തും പോയി പല ആൾക്കാർ കണ്ടു. പിന്നെ അതിൻ്റെ കൂടെ മറ്റുള്ള ആൾക്കാരെടുത്തു. അപ്പം ഈ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ രാജീവ് തോമർ എന്ന് പറഞ്ഞ ആളിനോട് അവരാവശ്യപ്പെടുന്നത് ജയ് ശ്രീറാം വിളിക്കണം. അതിൻ്റെ പേരിലാണ് അടിക്കുന്നത്. ശരിക്കും അടിക്കുകയാണ്. അപ്പൊ ഇത്ര ക്രൂരമായിട്ട് അടിച്ചിട്ട് പോലും ഈ രാജീവ് ധൊമർ അയാൾ പറയുന്നു അയാളെ കൊന്നാലും അയാൾ ജയ് ശ്രീറാം വിളിക്കത്തില്ല, അയാൾ ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്. ഇതാണ് കഥ. അയാൾ വിളിച്ചില്ല. അവസാനം അടിച്ചവർ തന്നെ അയാൾ ഇട്ടിട്ട് പോയി. അയാൾ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പോലീസ് ആ കേസ് എടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ അടി കൊടുത്തവരും പോയി അതിനുശേഷം കേസ് കൊടുത്തു. അവർക്ക് അനുകൂലമായിട്ടും കേസ്, 2 കൂട്ടർക്ക് അനുകൂലമായിട്ട് കേസെടുത്തു. അത് പോലീസ് അന്വേഷിക്കട്ടെ. അറസ്റ്റൊന്നും നടന്നില്ല. എന്താണ് ഇതിൻ്റെ കഥ? ഈ രാജീവ് ധൊമർ എന്ന് പറയുന്ന ആളെ ജൂലൈ 7-ാം തീയതി ഇതേപോലെയുള്ള ആൾക്കാർ, ഈ ഒരു കൂട്ടർ, ഇവരുടെ കൂടെ ഉള്ള ആൾക്കാർ, ബജറാങ് ദളുകാർ ഇയാളുടെ വീട്ടിൽ പോയി ഇയാളുടെ പിതാവിനെ കൊണ്ടുപോയി. എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്നു എന്നും പറഞ്ഞ് കേസെടുത്തിട്ട് ഇവരെ ഏകദേശം 10-20 ദിവസം ജയിലിലിട്ടു. അത് കഴിഞ്ഞ് ഇവർ ജയിലിലിറങ്ങി. പക്ഷേ ഇവരൊരു കാരണവശാലും ഈ പറയുന്ന ബജറാങ് ദളുകാരും അവിടുത്തെ BJPക്കാരും പറയുന്ന രീതിയിലോട്ട് പോകാൻ തയ്യാറായില്ല. അവരവരുടെ പ്രയറും പ്രാർത്ഥനയായിട്ട് ആ വില്ലേജിൽ അവർ ആ രീതിയിൽ അവർ പോയിക്കൊണ്ടിരുന്നു.